നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു വലിയൊരു അബദ്ധമാണ് നമ്മുടെ വീട്ടിൽ കാലാവധി കഴിഞ്ഞതും ഉപയോഗം കഴിഞ്ഞതുമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോയി നമ്മുടെ ടോയ്ലറ്റിൽ ഫ്രഷ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ മെഡിസിൻസ് ഒക്കെ സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിലുള്ള കാരണക്കാരായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എല്ലാം നമ്മൾ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്താൽ നേരെ ചെല്ലുന്നത് സെപ്റ്റി ടാങ്കിലേക്കാണ്. അപ്പോൾ സെപ്റ്റി ടാങ്കിൽ ചെന്നാലും ഈ ആൻറ്റിബയോട്ടിക്സ് ഇതേ ഫംഗ്ഷൻ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ, അതായത് സെപ്റ്റി ടാങ്കിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റി ടാങ്കിലെ ഹ്യൂം വേസ്റ്റ്, നമ്മുടെ വേസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, അതായത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബാക്ടീരിയനെയും ഈ ആൻറ്റിബയോട്ടിക്സ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയും. അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്രമേണ ഈ സ്ലെഡ്ജ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബാക്ടീരിയ ഇല്ലാതാവുകയും ഈ സ്ലെഡ്ജ് കൂടി സെപ്റ്റി ടാങ്ക് ക്രമേണ ബ്ലോക്ക് ആവാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ മെഡിസിൻസോ അതായത് ആൻറ്റിബയോട്ടിക്സോ ടാബ്ലറ്റ്സുകളായിട്ടും സിറപ്പായാലും ഒന്നും തന്നെ ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യാൻ പാടില്ല.